യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും വലിയ പോരാട്ടമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. പ്രീ ക്വാർട്ടർ മുതൽ കടുത്ത പോരാട്ടങ്ങളാണ് കാണാൻ കഴിയുക. ഇതിനിടയിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് നേടാൻ സാധ്യതയുള്ള ടീമുകളെ ഇംഗ്ലീഷ് മാധ്യമമായ ദി ടെലഗ്രാഫ് പ്രവചിച്ചിട്ടുണ്ട്. അവരുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സീസണിൽ കിരീടം സ്വന്തമാക്കിയ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെയാണ് ഇത്തവണയും സാധ്യത കൂടുതൽ. ഗ്രൂപ്പ് ഇയിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 33% സാധ്യതയാണ് ടെലിഗ്രാഫ് കണക്കാക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ജർമ്മൻ ക്ലബ്ബായ ബയേൺ മ്യൂണിക്കാണ്. ചെൽസിയെ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിലേക്ക് നയിച്ച തോമസ് ടുഷേലിന് കീഴിൽ അണിനിരക്കുന്ന ബയേൺ ഗ്രൂപ്പ് എയിൽ 5 മത്സരവും വിജയിച്ചാണ് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് മുന്നേറിയത്. ഒരു മത്സരത്തിൽ ബയേൺ സമനില വഴങ്ങുകയായിരുന്നു. 20% സാധ്യത ബയേൺ മ്യൂണിക്കിന് കൽപ്പിക്കുമ്പോൾ ഇതിനും താഴെയാണ് ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാരായ റയൽ മാഡ്രിഡിന്റെ സ്ഥാനം. ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സിയിൽ നിന്ന് 6 മത്സരങ്ങളിൽ 6 വിജയിച്ച റയൽ ലീഗിലെ മികച്ച പ്രകടനം ചാമ്പ്യൻസ് ലീഗിലും തുടരുന്നുണ്ട്. 15% സാധ്യതയാണ് ലോസ് ബ്ലാങ്കോസിന് കൽപ്പിക്കപ്പെടുന്നത്. 13% സാധ്യതയുമായി ആഴ്സണൽ, 8% സാധ്യതയുമായി PSG, 7% സാധ്യതയുമായി ബാഴ്സലോണ എന്നീ ടീമുകൾ തുടർന്നുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഇതേസമയം കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളായ ഇന്റർ മിലാന് വലിയ സാധ്യതയൊന്നും നൽകിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.